സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്കൊരു വിസ്മരണീയമായ യാത്രയിലൊന്നു തിരിച്ചു പോവാം. ഈ ഒരു യാത്ര നമ്മൾ ഓരോരുത്തർ ഒരു കാലത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ഓർമ്മയില്ല. നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലം നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ചിത്രങ്ങളിലോട്ടൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മൾ കാണുന്ന ചിത്രം ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടവും ബീജവും യോജിക്കുന്ന ഒരു നിമിഷം. ശരീരത്തിലെ ഏറ്റവും വലിയ സെല്ലാണ് അണ്ടം. ഈ സെല്ലിന് ഒരു കോടിക്കണക്കിനുള്ള സ്പേമുകൾ, അണ്ടങ്ങൾ ചുറ്റിപ്പറ്റി അതിൽ നിന്ന് ഒരു ബീജം മാത്രം ഈ അണ്ടത്തിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് ആ അണ്ടവും ബീജവും ഒന്നാകുമ്പം ഒരു പുതിയ ജീവൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ആ പുതിയ ജീവിതത്തിന് അമ്മയോട് യാതൊരു സാദൃശ്യം ഇല്ല. ജനറ്റിക്കലി the 46 chromosomes of this new being is totally different from the 46 chromosomes of the mother or the father. ആ ചിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ശേഷം 2 ആഴ്ച കഴിഞ്ഞ ഒരു കുഞ്ഞു മോളുടെ ഒരു ചിത്രമാണ്. ഇപ്പം ഞങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്ലിപ്പിംഗ് ആണ്. ഹാർഡ് ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു ഫയലിൽ നിന്ന്. ഈ ക്ലിപ്പിങ്ങിൽ നമുക്ക് കാണാം ഒരു അണ്ടത്തിൻ്റെ ചുറ്റിനോട് തിരക്ക് പിടിച്ച് ഒത്തിരി അണ്ടങ്ങൾ ചുറ്റിന് വന്ന് നിൽക്കുന്നു. അതിൽ ഒരെണ്ണം കയറുന്നു. പെട്ടെന്ന് ഒരു സെല്ലായിരുന്ന ആ ഒരു സംഭവം നമ്മുടെ കൺമുമ്പിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ട ആ വിചിത്രമായ ആ സീൻ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന മുമ്പായിട്ടാണ്. ഈ കാണുന്ന ആ ഹ്യൂമൻ ബീയിങ്, ആ ടൈനി ഹ്യൂമൻ ബീയിങ് പിന്നെ വാഷ് ചെയ്ത് യൂട്രസിനകത്തോട്ട് വന്ന് അവിടെ അതിന് അറ്റാച്ച് ചെയ്യുന്നു. അവിടെ വെച്ചിട്ടാണ് പിന്നെ ബാക്കി വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 5 തൊട്ട് 9 ദിവസത്തിനകം സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റുകൾ വഴി നമുക്ക് ഇത് മോനാണോ മോളാണോ എന്ന് അറിയാൻ പറ്റും. ഇതിപ്പോഴത്തെ ഒത്തിരി അഡ്വാൻസ് ടെക്നോളജി വെച്ചിട്ടാണ് ഇങ്ങനെ അറിയാൻ പറ്റുന്നത്. പക്ഷെ സാധാരണ ഇതൊക്കെ നമുക്ക് ലഭ്യം അല്ലാത്ത ടെക്നോളജിയാണ്. 18 ദിവസം കുഞ്ഞിൻ്റെ ഹൃദയത്തുടിപ്പ് ഇപ്പോഴത്തെ കാലത്തെ ഉള്ള മെഷീൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ആ 18 ദിവസം അമ്മ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അമ്മയ്ക്ക് സംശയം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ആ മാസം കുളിച്ചിട്ടില്ല, താമസിച്ചിട്ടുണ്ട്. ഈ 18 ദിവസം ഹൃദയത്തുടിപ്പിൻ്റെ കൂടെ ഈ കുഞ്ഞിൻ്റെ ബ്ലഡ് ടൈപ്പ് പോലും മനസ്സിലാക്കാൻ പറ്റും. ആ ബ്ലഡ് ടൈപ്പ് മിക്കവാറും അമ്മയോ അച്ഛൻ്റെയോ ആകാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ ബ്ലഡ് ടൈപ്പ് ആകാം. ഇതെല്ലാം നമുക്ക് സ്ഥാപിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. ബയോളജിക്കലി at conception life begins at that point. പല പ്രാവശ്യം കൺവീനിയൻസിന് വേണ്ടി many people try to say that life starts only after implantation. ഇപ്പോഴത്തെ ജീവശാസ്ത്രം, ടെക്നോളജിയും മെഡിക്കൽ സയൻസും പൂർണ്ണമായിട്ട് നമ്മളെ തെളിവ് തന്നിരിക്കുന്നു. ആ ഒരു സെൽ ശിശു ഒരു മനുഷ്യ ശിശു തന്നെയാണ്. ആ ഒരു സെൽ ശിശുവും ഒരു പ്രായം ചെന്ന് 90 വയസ്സാൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചില ഡെവലപ്മെൻറ്റിലേ ഉള്ളൂ. ആ ബേസിക് ജനറ്റിക് ട്രേറ്റ്സ് അന്നും ഇന്നും 90-ാം വയസ്സിൽ പോലും ഒരേ ഒരു ജനറ്റിക് മെറ്റീരിയലാണ്. അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 4 ആഴ്ചയുള്ള അല്ലെ 1 മാസമുള്ള കുഞ്ഞു ശിശുവിനെയാണ്. ഈ ശിശു ഈ സമയത്ത് അതിൻ്റെ ശ്വാസകോശവും കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി വരുന്നുണ്ട്. ഈ കുഞ്ഞ് സ്റ്റേജിൽ തന്നെ, ഈ 1 മാസം സ്റ്റേജിൽ തന്നെ സയൻറ്റിസ്റ്റുമാർ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. എംബ്രിയോസ്കോപ്പ് വഴി. എംബ്രിയോസ്കോപ്പാണ് ഈ വക ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത്. 9-ാം ആഴ്ച തൊട്ട് 12-ാം ആഴ്ചൻ്റെ കുഞ്ഞ് എംബ്രിയോസ്കോപ്പിക് ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ തന്നെ കുഞ്ഞ് വിരൽ ചപ്പാൻ തുടങ്ങുന്നു. അടുത്തത്
നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7 ആഴ്ച കുഞ്ഞ് മോളുടെ പടമാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും, വിരലുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഫോം ചെയ്ത് വന്നിരിക്കുന്നു. കുഞ്ഞിൻ്റെ കണ്ണ്, കുഞ്ഞിൻ്റെ കൈ, കുഞ്ഞിൻ്റെ കാലുകൾ, നമുക്കെല്ലാം നോക്കാം എന്ത് ക്ലിയർ ആയിട്ടാണ് അത് ഫോം ചെയ്ത് വന്നിരിക്കുന്നത്. 8-ാം ആഴ്ച അല്ലെങ്കിൽ 2-ാം മാസം, ഈ സമയത്ത് നിങ്ങൾ ഏകദേശം 1/2 ഇഞ്ച് വളർന്നിട്ടുണ്ട്. വളർന്ന് നിങ്ങളുടെ മസിൽസ്, മേജർ മസിൽസിൻ്റെ സിസ്റ്റമൊക്കെ രൂപം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും ഇപ്പോൾ ഈ സമയത്ത് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഇങ്ങനെ നീന്തൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ഉദരത്തിനകത്ത്. നമ്മൾ പതുക്കെ ഈ കൈകൾ വെച്ച് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ചുറ്റിനുള്ള ആ വിത്തിനെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കിന് നമ്മളൊരു പെർഫെക്റ്റ്ലി ഡെവലപ്ഡ് കുഞ്ഞ് ഹ്യൂമൻ ബീങ് ആണ്. നമ്മുടെ അറ്റത്തിൻ്റെ വെയിൻസും ആർട്ടറീസ് വളരെ ക്ലിയർ ആയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ആയ കൈയും കാലിൻ്റെ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കുഞ്ഞ് കാല് എന്ന് സങ്കല്പിക്കുക. നമ്മൾ 11 ആഴ്ച ആയപ്പോഴത്തേക്കിന് അന്ന് ഒരു എംബ്രിയോസ്കോപ്പ് എടുത്തിരുന്നെങ്കിൽ ഇത് നമ്മുടെ കാലിൻ്റെ ചെറിയ പടമാണ്. കുഞ്ഞ് കാല് രണ്ടും പൊക്കി കളിക്കുന്നു. 12 ആഴ്ച അല്ലെ 3 മാസം ആകുമ്പോഴത്തേക്കിന് വേറെ പല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ സമയത്തിനകം പതുക്കെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ മാനുഷിക പെരുമാറ്റങ്ങളുടെ പല ഏർലി റൂട്ട്സ്, തുടക്കങ്ങൾ തുടങ്ങുവാണ്. ആ സമയത്ത് അമ്മ പുറമേ എങ്ങും ഗർഭിണി ആയതിൻ്റെ ആ ഒരു വ്യത്യാസങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും തലച്ചോറ് വികസനം തുടങ്ങിയിരിക്കുന്നു. ഈ തലച്ചോറ് വികസനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ന്യൂറോളജിയും അനാറ്റമിയൊക്കെ പഠിക്കുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാവും, ഇത് ദൈവത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലാതെ ഒരു മനുഷ്യനുണ്ടാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് പോലും നമ്മൾ തലച്ചോറിൻ്റെ പല രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നമുക്ക് കളിക്കാനും ചിരിക്കാനും ഓടാനും സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ ആ തലച്ചോറിൻ്റെ വികസനം 12 ആഴ്ചയുള്ള ആ കുഞ്ഞു ശിശുവിൽ തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 12 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഉദ്ദേശം ഒരു 2.5-3 ഇഞ്ച് കാണാം. നമ്മുടെ ഹൃദയത്തുടിപ്പ് ഇപ്പം ഈ അവസ്ഥയിൽ ഡോപ്ലർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് വഴി നമ്മുടെ അമ്മമാർക്ക് കേൾക്കാം. ഒരു പക്ഷേ അന്ന് നമ്മുടെ അമ്മമാർക്ക് കേൾക്കാൻ പറ്റിയില്ല, പക്ഷേ ഇന്നത്തെ അമ്മമാർക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റും. നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേക മൂവ്മെൻ്റ് ഉണ്ട്, REM സ്ലീപ്പ്, REM സ്ലീപ്പ് എന്ന് പറയും. ആ സമയത്താണ് നമ്മൾ കൂടുതലും സ്വപ്നങ്ങൾ കാണുന്ന ഉറക്കത്തിൻ്റെ ഘട്ടം. ആ ഘട്ടം EEG എന്ന് പറഞ്ഞ ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞിൻ്റെ എടുക്കുകയാണെങ്കിൽ, നമ്മളുടെ ആ അവസ്ഥയിൽ നമ്മുടെ എൻകെഫലോഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ REM ആക്ടിവിറ്റി അല്ലെ നമ്മൾ സ്വപ്നം കാണുന്ന ആക്ടിവിറ്റി നമ്മളിൽ 3-ാം മാസത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ സ്ട്രെച്ച് ഔട്ട് ചെയ്യുന്നു, തലക്കുത്തി ചാടുന്നു, ഇങ്ങനെ പല വ്യായാമങ്ങൾ നമ്മൾ നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. 12-ാം ആഴ്ച ആകുമ്പോഴത്തേക്കിന് ശരിക്കും അന്നത്തെ നമ്മുടെ ശരീരം ഇന്നത്തെ ശരീരത്തിനെക്കാട്ടി കോംപ്ലെക്സ് ആണ്. എന്താന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ആ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമുണ്ടായിരുന്ന പലതും പുറത്തോട്ട് വരുമ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഒരു സ്ട്രക്ചർ ഇന്നത്തെ സ്ട്രക്ചറിനെ കാട്ടി ഒരു പക്ഷേ കോംപ്ലെക്സ് ആയിരിക്കാം. ഇപ്പോഴ് ഇതെല്ലാം നമുക്കായിട്ടുള്ള ഒരു സ്പേസ് ക്യാപ്സ്യൂൾ പോലെ നമ്മുടെ അമ്നിയോട്ടിക് സാക്ക് ഉണ്ട്. വെള്ളം നിറഞ്ഞ സാക്കിനകത്ത് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഫീഡിങ് സിസ്റ്റം നമ്മുടെ അംബിളിക്കൽ കോഡാണ്. അമ്മയിൽ നിന്ന് നമുക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങൾ എല്ലാം നമ്മുടെ ദേഹം മുഴുവൻ നല്ലൊരു ഫൈൻ മുടിയായിട്ട് കവേർഡാണ്. നമ്മൾ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കണ്ണ് തുറക്കുന്നു, മുഖം ചുളിക്കുന്നു, കണ്ണിൻ്റെ ഐലാഷൊക്കെ ഫോം ചെയ്തിരിക്കുന്നു. നമ്മളും കൗതുകമായിട്ട് പല കാര്യങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. തലച്ചോറിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുറം ലോകത്തിൽ സംഭവിക്കുന്ന പലതും നമ്മളെ ഒരു രീതിയിൽ ബാധിക്കുന്നു. നമ്മുടെ അമ്മ വിഷമിക്കുമ്പം,
നമ്മുടെ അമ്മ സന്തോഷിക്കുമ്പം നമുക്ക് സെൻസ് ചെയ്യാം എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടെന്ന്. അതാണ് നമുക്ക് സാധാരണ ഡോക്ടർമാർ പറയാറുള്ള പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർക്ക് ധാരാളം വൈകാരിക ലെവലിലുള്ള ശാന്തതയും സമാധാനം ബാക്കി കുടുംബാംഗങ്ങളിൽ കൊടുക്കണമെന്ന്. ഇത് ശരിക്കും നമ്മളെ ഒത്തിരി ബാധിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഓരോ കുടുംബാംഗങ്ങളും നമ്മൾ പറ്റുന്ന രീതിയിൽ ഈ ഗർഭസ്ഥമായ അമ്മേനെ നമ്മൾ ഏറ്റവും കുറവ് സ്ട്രെസ് കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ശരിക്കും ഉറങ്ങാൻ തുടങ്ങുന്നു, എഴുന്നേൽക്കുന്നു. നമുക്കൊരു സ്ലീപ്പ് സൈക്കിൾ, ഞങ്ങൾ വലിയൊരാകുമ്പോഴത്തേക്കും നമുക്കൊരു സ്ലീപ്പ് സൈക്കിളുണ്ട്. അതെല്ലാം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടങ്ങുന്നു. ഇപ്പം നമുക്ക് കാണാം ഒരു 18 ആഴ്ചയുള്ള കുഞ്ഞ്. ഇതാണ് ഞാൻ, പെർഫെക്റ്റ്ലി ഫോംഡ്. നമുക്ക് ഓരോരുത്തർക്കും ആ സമയത്ത് കൈ ചപ്പാനും വിരലുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. 4.5 മാസത്തിൽ നമ്മൾ തലകുത്തി കളിക്കുന്നു. 20-ാം ആഴ്ച, ഇപ്പം ഞാൻ വളർന്നിരിക്കുന്നു, ഒരു ഏകദേശം 1/2 കിലോ ആയിട്ടുണ്ട്. നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷേ ഒരു 4.5 ഇഞ്ച് ആയിട്ടുണ്ട്. ഈ സമയം ശരിക്കും എല്ലാം രീതിയിൽ നമ്മൾ പൂർണ്ണമായിട്ടൊരു കുഞ്ഞ് പോലെ, പുറത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞു പോലെയൊക്കെ തോന്നിക്കും. പക്ഷേ സൈസ് ഇല്ലെന്നേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അമ്മയുടെ ശബ്ദം വളരെ പ്രിയമായൊരു ശബ്ദമായിട്ട് തോന്നും. ഈ സമയത്ത് നമ്മൾ ഈ ശബ്ദത്തിനോട് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കിനും കുഞ്ഞ് തുടിക്കും. അച്ഛൻ അടുത്ത് എപ്പോഴും അച്ഛൻ്റെ ശബ്ദം കേൾക്കാൻ ഉള്ള ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് അച്ഛൻ്റെ ശബ്ദവും കുറച്ചൊക്കെ തിരിച്ചറിയാൻ പറ്റും. ദാറ്റ് ഇറ്റ് ഈസ് എ ഫെമിലിയർ വോയിസ്. ദേ മേ നോട്ട് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എ ഫാദേഴ്സ് വോയിസ്, ബട്ട് ആസ് എ വോയിസ് ദാറ്റ് ലേറ്റർ അവർ ഈ ലോകത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കിന് അവരുടെ അച്ഛൻ്റെ ശബ്ദമായിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഈ സമയത്ത് അവർക്ക് ശരിക്കും അൾട്രാസൗണ്ട് വെച്ച് ചിത്രങ്ങൾ എടുക്കുമ്പം കാണാറുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇതിൻ്റെ അൾട്രാസൗണ്ട് ചിത്രം കാണുമ്പോഴത്തേക്കിന് അമ്മ അത് കണ്ട് ചിരിക്കാൻ തുടങ്ങുമ്പം കുഞ്ഞ് ശരിക്കും ആനന്ദത്തോടെ പിന്നെയും ചാടി അമ്മേനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലാണ്. ശരിക്കും ഒരു കൊയർ മെത്തേഡ് മോളിൽ കുഞ്ഞുങ്ങൾ ചാടി കളിക്കുന്നത് പോലെ അമ്മ ചിരിക്കുന്നിടത്തോളം കുഞ്ഞ് ചാടി ആഹ്ലാദിക്കുന്ന ഒരവസ്ഥ. ഒത്തിരി അമ്മമാർ ഇത് ആസ്വദിച്ച് അവർ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എനിക്കും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഇതേ ചിത്രങ്ങൾ കാണുമ്പോഴത്തേക്കിന് ദൈവത്തിനോട് 1000 നന്ദികൾ പറയുന്ന ഒരു സമയം. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഈ സമയത്ത് ചിലപ്പം അത്രയും ക്ലിയർ അല്ലെങ്കിൽ പോലും നമ്മുടെ അമ്മ വളരെ നല്ലൊരു വെയിലത്തിലോട്ട്, അങ്ങനത്തെ ഒരു നല്ല വെയിലുള്ള ഒരു അവസ്ഥയിലോട്ട് പുറത്തോട്ട് ലൈറ്റിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് നമ്മുടെ കണ്ണിന് ഒരു പ്രകാശത്തിൻ്റെ അനുഭവമാണ്. നമ്മൾ കണ്ണ് തുറക്കുന്നു, കണ്ണടയ്ക്കുന്നു, നമുക്ക് വേണമെങ്കിൽ ചൊറിയാം. ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു 26-ാം ആഴ്ചയാകുമ്പോഴത്തേക്കിന് എല്ലാം കുഞ്ഞുങ്ങൾ കാണുന്ന സർവ്വ ബിഹേവിയേഴ്സ് നമ്മൾ കാണിക്കാൻ തുടങ്ങുന്നു. നമ്മൾ കരയുന്നു, ചിരിക്കുന്നു, നമ്മൾ ഇക്കളെടുക്കുന്നു, നമ്മൾ ചപ്പുന്നു. ആകെ നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് വളർച്ച കൂടി വരുന്നു. ഇപ്പം ഇത്രയും വർഷത്തിൽ നമ്മൾ ജനിക്കുമ്പം തൊട്ട് മരണം വരെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഈ സമയത്താണ്. അമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മൾ ഏറ്റവും സ്പീഡിൽ ഈ ലോകത്തിൽ എന്നെങ്കിലും വളരുന്നത്. 9-ാം മാസം ആകുമ്പോഴത്തേക്കിന് ഏകദേശം എല്ലാം ഡെവലപ്മെൻറ്റ്സ് പൂർത്തീകരിച്ചിരിക്കുന്നു. ലങ്സിൻ്റെ മാത്രം, ശ്വാസകോശത്തിൻ്റെ മാത്രം ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടെ ബാക്കിയിരിക്കുന്നു. ആ സമയത്ത് പതുക്കെ നമ്മൾ തലകുത്തി നിൽക്കാൻ തുടങ്ങുന്നു, പുറത്തോട്ട് ഇറങ്ങാനുള്ള യാത്രയുടെ തുടക്കമായിട്ട്. 9-ാം മാസം തീരാറാകുമ്പോഴത്തേക്കിന് we are getting ready to prepare for the great journey and life outside. 10-ാം മാസം നമ്മൾ ഈ ലോകത്തോട്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളിത് കണ്ടല്ലോ. ഇപ്പം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിത് കണ്ടു. നമ്മൾ ഏത് പ്രായമാണെങ്കിലും, നമ്മളിപ്പോൾ ഏത് വയസ്സാണെങ്കിലും, ഒരു കാലത്ത് നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഈ ഒരു യാത്ര ആസ്വദിച്ചിരുന്നു. പ്രഷ്യസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, isn't it incredible?
നമുക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ പാടാ അല്ലേ? എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആ യാത്രയിൽ കൂടെ കടന്നു പോയത്. നമുക്ക് ദാവീദിൻ്റെ കൂടെ പറയാൻ തോന്നും അല്ലേ? സങ്കീർത്തനം 139 പറയുന്നത് പോലെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ഞാൻ 1ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനി ആയ സമയത്ത് എംബ്രിയോളജിയിൽ ഇതൊക്കെ പഠിച്ചപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് ദാവീദ് എന്തുമാത്രം ആ ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ചിട്ടാണ് അത് പറഞ്ഞത്. എനിക്കപ്പോഴാണ് മനസ്സിലായത്, ഞാൻ പലപ്പോഴും എൻ്റെ ബാഹ്യമായ പല കാര്യങ്ങളിൽ അതൃപ്തിപ്പെടുത്തി ഇരുന്ന സമയത്ത് എൻ്റെ ദൈവം തന്നെയാണ് എന്നെ മെനഞ്ഞെടുത്തതും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലും രൂപത്തിലാണ് ഞാൻ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അത് കഴിഞ്ഞ ശേഷം എനിക്ക് എന്നെ തന്നെ നോക്കി ദൈവത്തിന് നന്ദി പറയാൻ പറ്റി. ഇന്ന് ഈ ലോകത്തിൽ ഓരോ കുഞ്ഞ് ഉദരത്തിൽ രൂപം എടുക്കുന്നത് ഒരു പക്ഷേ ആ അപ്പനും അമ്മ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ പിറന്ന ഓരോ കുഞ്ഞും എവിടെയോ ആർക്കോ വേണ്ടിയിട്ടാണ്. എവറി ബേബി is wanted by somebody in this world. But why then is the silent scream? എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നു? ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് ഇതേ ആനന്ദം ഉള്ള യാത്രയിൽ കൂടെ കടന്നു പോകാൻ അവരുടെ റൈറ്റ് ആയിരുന്ന ഹ്യൂമൻ ബീങ്സ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്നു. ഇന്ന് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. നമ്മളെ വിസ്മയനീയമായി സൃഷ്ടിച്ച് നമ്മുടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.